സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായ തിരുവനന്തപുരത്തിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ട്രോഫി സമ്മാനിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന സമാപന ചടങ്ങിലായിരുന്നു ട്രോഫികൾ സമ്മാനിച്ചത്. പങ്കെടുത്ത ഓരോ കായിക താരങ്ങളെയും അഭിനന്ദിക്കുന്നതായി ഗവർണർ പറഞ്ഞു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, മുഹമ്മദ് റിയാസ്, വീണ ജോർജ് എന്നിവരോടൊപ്പം കായിക താരം PR ശ്രീജേഷും സമാപന ചടങ്ങിൽ പങ്കെടുത്തു. കൊടിയിറങ്ങിയ ശേഷം അടുത്ത വർഷം മേള നടക്കുന്ന കണ്ണൂരിന് പതാക കൈമാറി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് പതാക ഏറ്റുവാങ്ങിയത്. വാർത്തയുടെ വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, അപ്പോൾ കണ്ണൂരിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് കായികമേളയ്ക്ക് സമാപനമായിരിക്കുകയാണ്. വിവരങ്ങൾ. നീലിമ, തിരുവനന്തപുരം സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ്. സ്വർണ്ണക്കപ്പ് കുട്ടികൾ എല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടുകൂടി എങ്ങനെയാണ് നമ്മൾ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയത്? കുട്ടികളുടെ ആവേശമാണ് കാണുന്നത്. നമ്മൾ 1800-ലധികം പോയിന്റുകൾ നേടിയാണ് തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്തെത്തി. ഈ സ്വർണ്ണക്കപ്പ് ഇപ്പോൾ കൊണ്ടുവരുന്നത് എന്തായാലും തിരുവനന്തപുരം സ്വർണ്ണക്കപ്പ് വിട്ടുകൊടുക്കില്ല. തിരുവനന്തപുരത്തിന് സ്വന്തമല്ലേ? ഉറപ്പായിട്ട് ഇത് തിരുവനന്തപുരത്തിന്റെ മാത്രം സ്വന്തം എന്നാണ് പറയുന്നത്. ഇനി കണ്ണൂരിന്റെ മത്സരം ഉണ്ടല്ലോ, കണ്ണൂർ നമ്മൾ എടുക്കൂലേ? കണ്ണൂരിലെ മത്സരവും അടുത്ത തവണയും തിരുവനന്തപുരം തന്നെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ഇനി തിരുവനന്തപുരത്ത് നിന്ന് ഈ ട്രോഫി വേറെ ഒരു ജില്ലയ്ക്കും അവർ നൽകില്ല എന്ന് ഉറച്ചു പറയുന്നില്ലേ? കുട്ടികളുടെ ആവേശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നീലിമ, എല്ലാവരും തന്നെ വളരെയധികം ആവേശത്തിലാണ്. ഈ സ്വർണ്ണ കപ്പ് എല്ലാ തവണയും തിരുവനന്തപുരത്തിന് തന്നെ കൊണ്ടുപോയിരിക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു. ഇപ്രാവശ്യവും അവർ നിലനിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും വളരെ ഗംഭീരമായൊരു കായിക മേളയായിരുന്നു, കായിക മാമാങ്കം തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് നടന്നത്. എന്തായാലും വിദ്യാർത്ഥികൾ എല്ലാവരും വളരെയധികം സന്തോഷത്തിലും ആവേശത്തിലുമാണ്. മഴയൊക്കെ അവർ അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് അവർ ആ വിജയം കൈവരിച്ചിരിക്കുകയാണ്. ആ ഒരു ആവേശം, അവരുടെ ഊർജം എല്ലാം തന്നെ നമുക്ക് അവരുടെ ഒരു ആരവത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നേരം വൈകി കഴിഞ്ഞു, മഴയുടെ ലക്ഷണങ്ങളൊക്കെ തന്നെയുണ്ട്. എന്നാലും വിദ്യാർത്ഥികളുടെ ആവേശത്തിന് ഒരു കുറവും ഇതുവരെയും സംഭവിച്ചിട്ടുള്ള തിരുവനന്തപുരത്തിന് വീണ്ടും ആരും തിരുവനന്തപുരത്തിന് ഇനി PTA തോപ്പിക്കാൻ പറ്റില്ല എന്ന് വീണ്ടും തിരുവനന്തപുരം തെളിയിച്ചിരിക്കുകയാണ്. നീലിമ, ശരി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായ തിരുവനന്തപുരത്തിന് അങ്ങനെ ട്രോഫി കൈവന്നിരിക്കുകയാണ്. ശ്രീനന്ദയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.